ഉത്സവപ്പറമ്പിലേക്ക് എത്തുന്ന നാടകവണ്ടിയുടെ പിറകെ ഓടുന്ന കുട്ടികൾ, നാടകത്തിലെ അഭിനേതാക്കളെ ആരാധനയോടെ കണ്ടിരുന്ന നാടകപ്രേമികളായ നാട്ടുകാർ, ഗ്രീൻ റൂമിലേക്ക് നാടക പ്രവർത്തകർ ചോദിക്കാതെ തന്നെ ചായയും ഭക്ഷണവും എത്തിച്ചിരുന്ന നാടക ആസ്വാദകർ, രാത്രിയിൽ വീടടച്ച് അച്ഛനും അമ്മയും കുട്ടികളുമെല്ലാമായി പുൽപ്പായയും ചുരുട്ടി ഉത്സവപ്പറമ്പിലേക്ക് നാടകം കാണാനായി പോയിരുന്നവർ, സ്റ്റേജിനു മുന്നിൽ പൂഴിമണ്ണിൽ നിലത്തിരുന്ന് നാടകം ആസ്വദിച്ചിരുന്ന കാലം. ഇത് നാട്ടിൻപുറത്തെ കാഴ്ചകളാണെങ്കിലും ഓർമ്മകളിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരു നാടകകാലം മലയാളികൾക്കുണ്ടായിരുന്നു. കാലത്തിന്റെ കെട്ടുകാഴ്ചയിൽ നാടകത്തിന്റെ ശോഭ കെട്ടെങ്കിലും ഇന്ന് ഉത്സവം, പെരുന്നാൾ ആഘോഷങ്ങളിൽ നാടകങ്ങൾ നിറയുകയാണ്. സിനിമയിലേതുപോലെ തന്നെ പ്രൊഫഷണൽ നാടകത്തിനും വലിയ ക്യാൻവാസിലുള്ള പിന്നാമ്പുറങ്ങളുണ്ട്. ദിവസങ്ങൾ നീളുന്ന പരിശീലനം, സംഗീത സംവിധാനം, രംഗപട ചിത്രീകരണം, വെളിച്ചത്തിന്റെയും ശബ്ദത്തിന്റെയും വിന്യാസങ്ങൾ, അങ്ങനെ നീളുന്നതാണ് പിന്നാമ്പുറ കാഴ്ചകൾ. നാടകസമിതിയുടെ ആലോചനയിൽ നിന്നാണ് പുതിയൊരു നാടകം പിറവിയെടുക്കുന്നത്. പുതിയൊരു നാടകം വേണമെന്ന ആശയം ഉടലെടുത്താൽ നാടകസമിതിക്കാർ നാടക രചയിതാക്കളെ സമീപിക്കും. ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിലിറങ്ങുന്ന കഥകൾ ചർച്ച ചെയ്യും. കഥ കണ്ടെത്തിക്കഴിഞ്ഞാൽ സംവിധായകനെ നിശ്ചയിക്കും. സംവിധായകനും നാടക രചയിതാവും കഥ ചർച്ച ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തും. രചയിതാവ് തിരക്കഥ എഴുതി സംവിധായകന് നൽകും. പിന്നീട് നാടകസമിതിയിൽ നിന്നുള്ള നടീനടന്മാർക്ക് വേഷങ്ങൾ നിശ്ചയിക്കും. വേഷങ്ങൾക്കനുസരിച്ച് ചില നടീനടന്മാർക്ക് മാറ്റങ്ങളും ഉണ്ടാകും. തുടർന്ന് ക്യാമ്പ് ആരംഭിച്ച് പരിശീലനം തുടങ്ങും. ആദ്യഘട്ട അഭിനയ പരിശീലനത്തിന് ശേഷമാവും സംഗീത സംവിധായകന് ക്യാമ്പിലെത്തുക. സീനുകൾ മനസ്സിലാക്കി കഥയുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള പശ്ചാത്തല സംഗീതം ഒരുക്കും. പിന്നീട് കഥയ്ക്കനുസരിച്ചുള്ള രംഗപടങ്ങൾ വരയ്ക്കും. ഒരു പ്രൊഫഷണൽ നാടകത്തിന് 10-ന് മുകളിൽ രംഗപടങ്ങൾ ഉണ്ടാകും. സീനുകൾക്കനുസരിച്ചാണ് വെളിച്ച സംവിധാനങ്ങൾ നിശ്ചയിക്കുക. പശ്ചാത്തല സംഗീതം, രംഗപടം, വെളിച്ച സംവിധാനം തുടങ്ങിയവ ഉപയോഗിച്ച് ദിവസങ്ങളോളം പരിശീലനം നടത്തും. ഇതോടൊപ്പം ശബ്ദവും വെളിച്ചവും പശ്ചാത്തല സംഗീതവും നിയന്ത്രിക്കുന്ന സാങ്കേതിക പ്രവർത്തകരും പരിശീലനം നേടും. ഇവർ ഓരോ സീനിലും വരുന്ന പശ്ചാത്തല സംഗീതത്തിന്റെ വിവരങ്ങൾ ബുക്കിൽ എഴുതി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. 1 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിനൊടുവിലാണ് ഒരു പ്രൊഫഷണൽ നാടകം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ആദ്യ അവതരണത്തിന് ശേഷം പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് വീണ്ടും ക്യാമ്പിൽ 1-2 ദിവസം പരിശീലനം നടത്തും. ഇന്നും ഗുരുകുല സമ്പ്രദായത്തിലാണ് പ്രൊഫഷണൽ നാടകങ്ങളുടെ പരിശീലന ക്യാമ്പുകൾ നടക്കുന്നത്. തിരക്കഥയും രചനയും പൂർത്തിയാക്കി നടീനടന്മാരെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ക്യാമ്പ് ആരംഭിക്കും. ഭക്ഷണം പാകം ചെയ്യാനും ആവശ്യത്തിന് കുടിവെള്ളവും ലഭിക്കുന്ന ഓഡിറ്റോറിയങ്ങളാകും ക്യാമ്പിനായി തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് ഇവിടെയാകും നടീനടന്മാരും സാങ്കേതിക പ്രവർത്തകരും താമസിച്ച് പരിശീലനം നടത്തുക. 1 മാസം മുതൽ 1.5 മാസത്തോളം നാടക ക്യാമ്പുകളിൽ പരിശീലനം ഉണ്ടാകും. നടീനടന്മാരെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ അവരവരുടെ ഭാഗങ്ങളും അതിൽ വരുന്ന സംഭാഷണങ്ങളും പഠിക്കാനുള്ള അവസരമാണ്. ബുക്കിലോ പേപ്പറിലോ സംഭാഷണങ്ങൾ വീണ്ടും എഴുതിയെടുത്താകും നടീനടന്മാർ നാടക ഡയലോഗുകൾ പഠിക്കുന്നത്. തുടർന്ന് സംവിധായകന്റെ നിർദ്ദേശപ്രകാരം സ്റ്റേജിൽ അവരവരുടെ ഭാഗങ്ങൾ അവതരിപ്പിക്കും. ഈ സമയം വേണ്ട മാറ്റങ്ങൾ സംവിധായകൻ നിർദ്ദേശിക്കും. ഘട്ടം ഘട്ടമായി രംഗപടവും വെളിച്ച സംവിധാനവും മേക്കപ്പും ഉപയോഗിച്ച് പരിശീലനം നടത്തും. 1 മാസം വരെ പരിശീലനം ഉണ്ടാകും. ഒരു പ്രൊഫഷണൽ നാടകം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് 20 മുതൽ 22 ലക്ഷം രൂപ വരെയാണ് ചിലവുണ്ടാകുക. നാടക നടനും അവാർഡ് ജേതാവുമായ പ്രദീപ് മാളവികയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും തുക മുടക്കി നാടകം അവതരിപ്പിക്കുമ്പോൾ വേദികൾ ലഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് നല്ല കഥയും സംവിധായകനും നടീനടന്മാരും വേണമെന്നും അദ്ദേഹം പറയുന്നു. മലയാള നാടകവേദിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പ്രതിഭകൾ നിരവധിയാണ്. മനുഷ്യ ജീവിതത്തെ അതിൻ്റെ എല്ലാ സങ്കീർണതകളോടും കൂടി നാടകവേദിയിൽ അവതരിപ്പിച്ചവരാണ് അവർ ഓരോരുത്തരും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, നമ്മളൊന്ന്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അശ്വമേധം, സർവേക്കല്ല്, തുലാഭാരം, വിശറിക്ക് കാറ്റ് വേണ്ട, മുടിയനായ പുത്രൻ, ഇത് ഭൂമിയാണ്, ക്രോസ് ബെൽറ്റ് തുടങ്ങി നിരവധി നാടകങ്ങൾ കേരളീയ സമൂഹത്തെ മാറ്റിമറിച്ചു. അമേച്വർ നാടകവും തെരുവു നാടകവും പൊറോട്ട് നാടകവും ചവിട്ട് നാടകവും കാക്കരിശി നാടകവും വെള്ളരി നാടകവുമെല്ലാം നാടകത്തിന്റെ വകഭേദങ്ങളായിരുന്നു. ഇവയ്ക്കെല്ലാം കേരളത്തിൽ വേദികളും ഉണ്ടായി. പ്രൊഫഷണൽ നാടകങ്ങൾ അരങ്ങ് കീഴടക്കിയപ്പോൾ മറ്റു നാടക പ്രസ്ഥാനങ്ങൾക്ക് തളർച്ച നേരിട്ടെങ്കിലും പ്രൊഫഷണൽ നാടക സംഘങ്ങൾ സമൂഹത്തോട് ചേർന്നു തന്നെ നിന്നു.
നൂറുകണക്കിന് നാടക സമിതികൾ കേരളത്തിലെമ്പാടും ഉണ്ടായത് അങ്ങനെയാണ്. അവയിലൂടെയെല്ലാം പിറവിയെടുത്ത നിരവധി കലാകാരന്മാരെയാണ് മലയാളത്തിന് ലഭിച്ചത്.